നാരായണീയം പ്രഥമസ്കന്ധം 1-ാം ദശകം. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. പരബ്രഹ്മസ്വരൂപനായ ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്വാദി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. വർദ്ധിച്ച ആനന്ദം, ജ്ഞാനം എന്നിവയുടെ സ്വരൂപത്തോടു കൂടിയതും തുലനം ചെയ്യുവാൻ അർഹമായ അപരവസ്തുവിൻ്റെ അഭാവത്താൽ അനുപമവും ദേശം, കാലം, അളവ് എന്നീ മാനദണ്ഡങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തി അവയിൽ നിന്നും സ്വതന്ത്ര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഒട്ടേറെ വേദോപനിഷത് വാക്യങ്ങളാൽ മറ്റുള്ളവർക്ക് സ്ഫുടമായി പ്രകാശിക്കപ്പെട്ടിട്ടുള്ളതും പ്രഥമ വീക്ഷണത്തിൽ അതിപ്രഭാവം വ്യക്തമായി അനുഭവപ്പെട്ടില്ലെങ്കിലും ക്രമേണ ശ്രേഷ്ഠമായ പുരുഷാർത്ഥമായി മോക്ഷസാധനമായി അനുഭവപ്പെടുന്നതും സദാ മായാവലയത്തിൻ്റെ പുറത്ത് സ്വതന്ത്ര രൂപത്തിൽ വർത്തിക്കുന്നതുമായ യഥാർത്ഥ ബ്രഹ്മസ്വരൂപം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ട് പ്രശോഭിക്കുന്നു. എന്താശ്ചര്യം! ജനങ്ങളുടെ ഭാഗ്യമെന്നല്ലാതെ മറ്റെന്തു പറയാൻ? ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി പദജനക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേതാവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഇത്രയേറെ മാഹാത്മ്യമുള്ളതും ദുർലഭവുമായ ബ്രഹ്മതത്വം സുലഭമായി കരഗതമാകാനുള്ള സാധ്യതയുണ്ടായിട്ടും ജനങ്ങൾ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ അന്യദേവന്മാരെ സേവിക്കുന്നുവെന്നത് കഷ്ടം തന്നെ. ഇത് വ്യക്തമായ ക്ഷുദ്രമനോഭാവമാണ്. പക്ഷേ ഭക്തരായ ഞങ്ങൾ ഉറച്ച മനസ്സോടുകൂടി പ്രാപഞ്ചിക ദുഃഖവിനാശത്തിനു വേണ്ടി സർവജീവാത്മാക്കളുടെയും നായകനും പരബ്രഹ്മമൂർത്തിയുമായ ഈ ഗുരുവായൂർ നാഥനെ തന്നെ ആശ്രയിക്കുന്നു. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയസ്തേ വപുരതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തൽസച്ഛദാച്ഛാദിതപരസുഖജത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. രജസ്, തമസ് എന്നീ രണ്ട് ഗുണങ്ങളോട് കലരാതെ നിർമ്മലമായ സത്വഗുണത്തിൽ നിന്നും സംജാതമായ പഞ്ചഭൂതങ്ങളാണ് ഭഗവാന്റെ ശരീരമെന്ന വ്യാസവചനം പല പുരാണങ്ങളിലും പ്രഖ്യാതമായിരിക്കുന്നു. പരിശുദ്ധിയിൽ യാതൊരു മറവുമില്ലാതെ ആനന്ദനിർഭരമായ ഹൃദയത്തിൽ ആ പുണ്യവിഗ്രഹം പ്രതിബിംബിക്കുമ്പോൾ അതിനെ ശ്രവിക്കാനും ധ്യാനിക്കാനും ആഹ്ലാദമുണ്ടാകുന്നു. അതോടൊപ്പം അനായാസം ചിത്തത്തിൽ ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അങ്ങയുടെ ആ നിർമ്മല മൂർത്തിയിൽ ധന്യാത്മാക്കൾ രമിച്ച് ജീവിക്കുന്നു. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷ
പുരുഷരൂപേ നിർലീനാനേകമുക്താവലിസുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാനോ നിഷ്കളസ്തം സകല ഇതി വജസ്ത്വത്കലാസ്വഭൂമൻ. അനക്കമറ്റതും നിത്യ സമ്പൂർണവും പരമാനന്ദമാകുന്ന പീയൂഷത്തിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും തന്നിൽ ലയിച്ചിരിക്കുന്ന നിരവധി സായുജ്യപ്രാപ്തി ലഭിച്ച ജീവാത്മാക്കളോടുകൂടി പ്രകാശിക്കുന്നതുമായ ആ പരിശുദ്ധ പരബ്രഹ്മസാഗരത്തിൽ അതിനിർമ്മലമായ സത്വഗുണം തിരമാലയുടെ കാന്തിക്ക് തുല്യമാണെന്ന് ജ്ഞാനികൾ പറയുന്നു. അങ്ങനെയുള്ള സത്വഗുണാത്മാവായ അങ്ങ് നിഷ്കളങ്കനാകുന്നു. ഹേ വിഷ്ണു, അങ്ങയുടെ അംശങ്ങളായ അവതാരങ്ങളെ സംബന്ധിച്ച് മാത്രം കലകളോട് കൂടിയവനെന്ന വാക്ക് ശരിയാകുന്നു. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാഭികൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠവൈകുണ്ഠരൂപം. ജനിമൃതികളിൽ നിന്ന് മുക്തനായ ഭഗവാനെ, നിഷ്ക്രിയ സ്വഭാവിയായിരുന്നിട്ടും അകാരണമായി ഉണ്ടാകുന്ന അങ്ങയുടെ നോട്ടത്തെ ആശ്രയിച്ച് അങ്ങയിൽ ലീനമായി കിടക്കുന്നതും തികച്ചും അസ്തിത്വമില്ലാത്തതുമായ മായാശക്തി സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണർന്നു വ്യാപരിക്കാൻ തുടങ്ങുന്നു. ഹേ വൈകുണ്ഠവാസിൻ, അങ്ങയുടെ പ്രഭാവശക്തിയാൽ പ്രവർത്തിക്കുന്ന മായയിൽ നിന്നും ജ്ഞാനകർമ്മങ്ങളെ പ്രതിരോധിക്കാൻ കരുത്തില്ലാത്തതും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിൽ പരിശുദ്ധവുമായ സത്വഗുണത്തിൻ്റെ അംശത്തെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് അതിനെ സ്വന്തം രൂപമാക്കി മാറ്റുന്നു. ശ്രീഹരേ നമഃ.